കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ തൊഴിലാളികളുടെ അവകാശ സമരത്തിന് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിച്ചു. 10 ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് മിക്ക സംസ്ഥാനങ്ങളെയും സാരമായി ബാധിച്ചു. കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. അതിനിടെ പണിമുടക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളും പതിവ് പോലെ സജീവമായിരിക്കുകയാണ്. പണിമുടക്കിനെ അനുകൂലിച്ചും എതിർത്തുമെല്ലാം സൈബറിടത്തിൽ വാദങ്ങൾ നിറയുകയാണ്. പണിമുടക്കിനെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെ ചൊല്ലിയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. INTUC കൂടി നേതൃത്വം നൽകുന്ന പണിമുടക്ക് ദിവസം സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതുയുഗയാത്ര തുടരുന്നതിലെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് CPIM. പണിമുടക്കിനെ പിന്തുണച്ച രാഹുൽ ഗാന്ധിയുടെയും വിയോജിച്ച ശശി തരൂരിൻ്റെയും നിലപാടുമെല്ലാം ഇന്നത്തെ ദിവസം ചർച്ചയായി. പണിമുടക്ക് ദിനത്തിലും VD സതീശന്റെ പുതുയുഗയാത്ര മാറ്റിവെക്കാത്തതിനെതിരെ CPIM. INTUC ആവശ്യപ്പെട്ടിട്ടും മുഖവിലക്കെടുക്കാൻ പ്രതിപക്ഷ നേതാവും UDF-ഉം തയ്യാറായില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. INTUC-കാർ പറഞ്ഞ പോലും ജാഥ മാറ്റിവെക്കാൻ, പക്ഷേ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തയ്യാറായില്ല. ST-കാർക്കും അതിൻ്റെ മേലെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്നത്തെ ജാഥ ഞങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് അവരുടെ ജാതി അവസാനിപ്പിക്കുമെന്നാണ്, ഇന്നെങ്കിലും അവസാനിക്കുമെന്നാണ്. പക്ഷേ അവർ ചെയ്തില്ല എന്നുള്ളത് അവർക്കിടയിൽ വൈരുദ്ധ്യമുണ്ടാക്കാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. ദേശീയ പണിമുടക്ക് ഹർത്താലിനും ബന്ദിനും സമാനമായ അവസ്ഥയിലേക്ക് മാറ്റുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് ഹർത്താലിനും ബന്ദിനും സമാനമായ അവസ്ഥയായി ദേശീയ പണിമുടക്ക് മാറുന്നത്. ഇത് കാലഹരണപ്പെട്ടതാണോ എന്ന് ചർച്ച ചെയ്യണമെന്നും VD സതീശൻ പറഞ്ഞു. നമ്മളൊന്ന് ആലോചിക്കണം, കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റണ വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഞാൻ അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നുമല്ല, ഒരു ചർച്ച, ഒരു പൊതു ചർച്ച വേണം. നമ്മൾ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ലേബർ കോഡ് അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്ന് തൊഴിലാളികൾ ഭയക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് പറഞ്ഞു. പുതിയ വ്യാപാര കരാർ ജീവിതം തകർക്കുമെന്ന് കർഷകരും ഭയക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളും തൊഴിൽ നഷ്ടമാകുമെന്ന് ഭയപ്പെടുന്നു. താഴേക്കിടയിലുള്ളവരുടെ ശബ്ദം നരേന്ദ്രമോദി കേൾക്കുമോ എന്നും രാഹുലിൻ്റെ ചോദ്യം. അതേസമയം തരൂർ ഈ വിഷയത്തെ പിന്തുണയ്ക്കുന്നില്ല. പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ മാനിക്കുന്നു. നിർബന്ധിത തടസ്സപ്പെടുത്തലിനെ എതിർക്കുന്നു എന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഭാരത് ബന്ദ് മറ്റൊരു കേരള ബന്ദ് മാത്രമായി ഒതുങ്ങി എന്നത് ഖേദകരമായ ഒരു വൈരുദ്ധ്യമാണ്. മറ്റൊരാളുടെ സ്വതന്ത്രമായ സഞ്ചാരത്തെ തടയാൻ ഒരു ഇന്ത്യക്കാരനും ഭരണഘടനാപരമായ അവകാശമില്ല. പണിമുടക്കാനുള്ള അവകാശത്തിൽ മറ്റുള്ളവരെ നിർബന്ധിച്ച് മുടക്കിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നില്ല. തീവ്ര യൂണിയൻ പ്രവർത്തനം മൂലം കേരളത്തിൻ്റെ സൽപ്പേരിന് ഇതിനകം തന്നെ മങ്ങലേറ്റ് കഴിഞ്ഞിരിക്കുന്നു. കാലഹരണപ്പെട്ട സമരരീതി പിന്തുടർന്ന് ആധുനികവും നിക്ഷേപ സൗഹൃദവുമായ ലക്ഷ്യസ്ഥാനമായി മാറാനാകില്ല എന്നുമാണ് പറയുന്നത് തരൂർ. മാധ്യമങ്ങളുടെ ഈ വിഷയത്തിലെ നിലപാടും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പണിമുടക്കിനെതിരായ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലപാട് ചോദ്യം ചെയ്ത് സൈബറിടത്തിൽ ചർച്ചകൾ ഉയർന്നു. പണിമുടക്ക് വിരുദ്ധ നിലപാടിലൂടെ മാധ്യമങ്ങൾ അരാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു എന്ന വിമർശനമാണ് ശക്തം. കേരള പത്രപ്രവർത്തക യൂണിയൻ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യവും മുന്നോട്ട് വച്ചിരുന്നു. അതുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണമല്ലോ. സനീഷ്, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചില പ്രതികരണങ്ങൾ കൂടുതലായി നമ്മൾ കാണിച്ചു എന്നുള്ളത് മറ്റൊന്നും കൊണ്ടല്ലോ. ഒന്ന്, ജനയുഗയാത്രയുമായി ബന്ധപ്പെട്ടുള്ള പുതുയുഗയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾ. മറ്റൊന്ന്, ഇതിലൊരു വൈരുദ്ധ്യമുണ്ടായിരിക്കുന്നു. കാരണം വളരെ ഒറ്റക്കെട്ടായി ഈ സമരത്തോടൊപ്പം രാഹുൽ ഗാന്ധിയും അണിനിരക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ശശി തരൂരാവട്ടെ VD സതീശനാവട്ടെ അവരാരും സമരത്തിനൊപ്പമല്ല എന്നുള്ള സ്ഥിതി കൂടിയുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിൽ ഹർഷ, സത്യം പറഞ്ഞാൽ ഈ പണിമുടക്ക് നമ്മൾ ഒരുപാട് പണിമുടക്കുകൾ കണ്ടിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെറുപ്പകാലം മുതൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പണിമുടക്ക് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ചിന്ത ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പൊതു മനസ്സിനകത്തുണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ന് രാവിലെ നമ്മളെല്ലാവരും കണ്ട, കേരളത്തിലെ മുഴുവൻ ആളുകളും തന്നെ കണ്ടിട്ടുണ്ടാകാവുന്ന മനോരമയുടെ ഒരു ബൈറ്റാണ്, മനോരമ ന്യൂസിൻ്റെത്. അതാണ് ഇന്നത്തെ ഈ
നമ്മുടെ പൊതുസമൂഹ മനോഭാവം മാറിയിരിക്കുന്നു എന്ന് പറയാൻ കാരണമായൊരു കാര്യം, ഞാനത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരിക്കലും മലയാള മനോരമയിൽ, അല്ലെങ്കിൽ മനോരമയായിരുന്നില്ല, ഞാനിപ്പോൾ മനോരമ എന്ന് വെച്ചാൽ മറ്റൊരു മാധ്യമ സ്ഥാപനം എന്ന നിലക്കല്ല പറയുന്നത്, നമ്മൾ കൂടെ ഇരിക്കുന്ന ഈ കേരളത്തിൻ്റെ ഒരു നമ്മൾ വളർന്ന് കണ്ട് ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അല്ല. കറക്റ്റ് നമ്മൾ കണ്ടു വളർന്ന ഈ നമ്മുടെ കേരളത്തെ ഉണ്ടാക്കിയ വലിയ മഹത്തായ സ്ഥാപനങ്ങളിൽ, മഹത്തായ സാന്നിധ്യങ്ങളിൽ ഒന്ന് എന്ന നിലക്കാണ് മനോരമ എന്ന പ്രതിനിധാനത്തെ ഞാൻ പറയുന്നത്. അതിനകത്ത് ഒരിക്കൽ പോലും നമ്മൾ വളർന്ന കാലത്ത് പണിമുടക്ക് കേരളത്തിലല്ലാതെ അതിന് പുറത്തുണ്ട് എന്നത് ആ മാധ്യമ സ്ഥാപനത്തിനകത്ത് വരാറേയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ വന്നു എന്ന് വെച്ചാൽ അത് പുറം ലോകം അറിഞ്ഞത് 2 ഫ്രഞ്ചുകാർ എന്നിട്ട് പറയാണ് ഞങ്ങളുടെ നാട്ടിൽ, ഒരു ഫ്രഞ്ചുകാരും ഒരു ജർമ്മൻകാരനും പറയാണ്, 2 രാജ്യങ്ങളിലെ ആളുകളാണ് പറയുകയാണ്, അതായത് ഇല്ല ഇവിടെയുള്ളതിനേക്കാൾ കൂടുതൽ 2 ആഴ്ച കൂടുമ്പോൾ സമരം നടത്താറുണ്ട് എന്നാണ് ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്. അപ്പോൾ രണ്ടാമത് അന്തം വിട്ട് ചോദിക്കുമ്പോൾ പറയാണ് ഇവിടെ ബസ് സമരമല്ലേ ഉള്ളൂ, അവിടെ വിമാനവും ട്രെയിനും ഒക്കെ ബ്ലോക്ക് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൊതുക് പ്രശ്നം, അത് കൊതുക് ഞാൻ മോസ്കിറ്റോ ഇത് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന വിഷ്വൽ ഞാനിത് വിശദീകരിക്കേണ്ടല്ലോ, എല്ലാവരും കണ്ടതാണ്. ഞാൻ ഈ പൊതുസമൂഹ മനോഭാവത്തിൻ്റെ മാറ്റത്തിലുണ്ടായിരിക്കുന്ന ഒരു പ്രതിഫലനമാണ് എന്ന് പറഞ്ഞത്, ഞാൻ പറയുന്നത് ഞാൻ പോസിറ്റീവായിട്ടാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇത് നമ്മളാരും കണ്ടത് മനോരമ കൊണ്ടല്ലേ നമ്മൾ കണ്ടത്, മനോരമയാണിത് മുന്നോട്ട് വെച്ചത്, മനോരമ അത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ ലോകത്തെ അറിയിക്കേണ്ടതുണ്ട്, കേരളത്തെ അറിയിക്കേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രമല്ല പണിമുടക്കുള്ളത്, മറ്റു വിവിധ രാജ്യങ്ങളിലും, നമ്മൾ വളരെ വികസിതമെന്ന് കരുതുന്ന രാജ്യങ്ങളിലും ഈ കാലത്ത് പോലും സമരം നടക്കുകയാണ്. അതും കേരളത്തിലുള്ളതിനേക്കാൾ ആവൃത്തിയിൽ, കേരളത്തിലുള്ളതിനേക്കാൾ ബസ്സല്ല വിമാനവും ട്രെയിനും എന്ന നിലക്ക് കുറെ കൂടെ കനപ്പെട്ട പണിമുടക്ക് സമരങ്ങൾ നടക്കുന്നുവെന്ന് കേരളത്തെ അറിയിക്കണം എന്ന് നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങളടക്കം നിലപാട് സ്വീകരിച്ച ഒരു പണിമുടക്ക് സമരമായിട്ട് നമ്മൾ ഇന്നത്തേതിനെ കാണണം എന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. അപ്പോൾ അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം ഹർഷ, ഇതിപ്പോൾ മനോരമ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, എനിക്ക് നമ്മളായ രീതിയിൽ ഇപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആളുകളെന്ന് വെച്ചാൽ, ഇപ്പോൾ പഴയ പോലെയല്ല. പണ്ടിപ്പോൾ അന്നുണ്ടായിരുന്നൊരു മാധ്യമം, ഏതെങ്കിലും ഒരു മാധ്യമം, പത്രം, ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചെന്ന് അന്വേഷിച്ച് നോക്കാൻ ആളുകൾക്ക് നിർവാഹമില്ല. ആ മാധ്യമങ്ങളെ വിശ്വസിക്കുക എന്ന് മാത്രമേ നാട്ടിലെ ആളുകൾക്കുള്ളൂ. ഇപ്പം പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്, ഈ പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ചടിച്ച് വന്നതുകൊണ്ട് ശരി കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ദേശീയ പണിമുടക്ക് എന്നാണ് പേരെങ്കിലും കേരളത്തിൽ മാത്രമേ ഈ പണിമുടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുക മാത്രമേ നിർവാഹമുള്ളൂ നാട്ടുകാർക്ക്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു, ഇന്ന് ഈ ദിവസം നടക്കുന്ന ലോകത്തിലെ മറ്റേത് രാജ്യങ്ങളിലൊക്കെയാണ് പണിമുടക്ക് നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് ചാറ്റ് ജി പി ടി വിശദമായിട്ട് പറഞ്ഞു തന്നു. അതായത് ജർമ്മനിയിൽ ലുഫ്താൻസ എയർലൈൻസിൽ ഇന്ന് പണിമുടക്കായിരുന്നു. ജർമ്മൻകാരനും ഫ്രഞ്ചുകാരനും ചുമ്മാ പറഞ്ഞല്ല, ലുഫ്താൻസ എയർലൈൻസിൽ ഇന്ന് പണിമുടക്കായിരുന്നു. പൈലറ്റുകളും ക്യാബിൻ ക്രൂവും ഇന്ന് പണിമുടക്കി, അവർ സമരം നടത്തി. ബാഴ്സലോണയിൽ അധ്യാപകരുടെ സമരമായിരുന്നു, ശമ്പള വർധനവും മറ്റും ആവശ്യപ്പെട്ടിട്ട് പണിമുടക്ക് സമരമാണ്, ചുമ്മാ മുദ്രാവാക്യം വിളിയല്ല. പിന്നെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന സമരം ഒരു രസമുള്ള കാര്യമാണ്. സാംസ്കാരിക മേഖലയിൽ പണിയെടുക്കുന്ന മനുഷ്യരാണ് അവിടെ. അതായത് മ്യൂസിയങ്ങൾ, ലൈബ്രറികൾ, മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഇതൊരു വലിയ ഒരു സംഘടിത തൊഴിൽ മേഖലയാണല്ലോ. മ്യൂസിയങ്ങളും ലൈബ്രറികളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ കുറേ കൂടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർ സമരത്തിലാണ്. അമേരിക്കയിലും ഇറാനിലും ഒക്കെ പല മേഖലകളിലും സമരത്തിലാണെന്ന് ചാറ്റ് ജി പി ടി പറയുന്നു. അപ്പോൾ സാങ്കേതിക സംവിധാനങ്ങളും നമുക്ക് പണ്ട് പത്രം അച്ചടിച്ചാൽ കേരളത്തിനപ്പുറത്തേക്ക് ഇല്ല കേട്ടോ, ഇതിനപ്പുറത്തേക്ക് നമ്മുടെ അതിരുകൾക്കപ്പുറത്തേക്ക് സമരം ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന മനുഷ്യർക്ക് മുമ്പിലേക്ക് വിശാലമായ സംഗതികൾ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടുകൂടെയാണ് ഞാൻ പറഞ്ഞ ഈ പൊതുമനസ്സിലും സമൂഹ മനസ്സിലും മാധ്യമ മനസ്സിലും ഒക്കെ ഈ മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പിന്നെ ഒരുപാട് ദൃശ്യങ്ങൾ ഞാൻ കണ്ടു. തമിഴ്നാട്ടിൽ ട്രെയിൻ തടയുന്നതായിട്ട് നമ്മൾ കണ്ടു. ചണ്ഡീഗഡിൽ വലിയ സമരം നടക്കുന്നുണ്ട്. സമരം നടക്കാതിരിക്കില്ല ഹർഷ. അതായത് എന്തുകൊണ്ടാണ് സമരം നടക്കുന്നത്? ശശി തരൂർ അദ്ദേഹം ജനിച്ചു വീണതേ സമ്പന്നമായൊരു വീട്ടു ചുറ്റുപാടിലാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം പിന്നെ കേരളത്തിലൊരു സാധാരണ LP സ്കൂളിലല്ല പഠിപ്പ് തുടങ്ങിയത്. അദ്ദേഹം സമ്പന്നമായിട്ടുള്ള കൊള്ളാവുന്ന വീടുകളിൽ പോയിട്ടാണ് പഠിച്ചത്. അദ്ദേഹം എപ്പോഴും ഒരു എലീറ്റ് സർക്കിളിനകത്ത് ജീവിച്ച ആളാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ പണിയെടുക്കുന്ന മനുഷ്യർക്ക് ഇപ്പോൾ നോക്കൂ, സമരം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിരത്തിലൂടെ ഓടുന്നുണ്ടാവില്ലേ സ്വിഗ്ഗിയുടെ കുട്ടികൾ, സ്വിഗ്ഗിക്ക് വേണ്ടി ഓടുന്ന ആളുകൾ, അവരുടെ ജീവിതം കുറെ കൂടെ മെച്ചപ്പെട്ടതാക്കാൻ എന്താ ചെയ്യുക? എല്ലാ ദിവസവും രാവിലെ പോയിട്ട് അവരുടെ സ്വിഗ്ഗിയുടെ ആപ്പ് തുറന്നു വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ സ്വിഗ്ഗി ദൈവമേ എനിക്ക് കുറച്ച് കൂടുതൽ പണം തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ നടക്കില്ലല്ലോ. അങ്ങനെ സമരം ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ പണിമുടക്ക് സമരങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് സമരങ്ങൾ, ഈ പറയുന്ന തൊഴിലിടങ്ങൾ ഉള്ള കാലത്തോളം സമരങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അത് പണിമുടക്ക് സമരം നടത്തിയാലാണ് കൂടുതൽ മെച്ചപ്പെട്ട കാര്യം വരിക എന്ന് ചരിത്രം തെളിയിച്ചു കൊടുത്തുകൊണ്ട് ആ സമരങ്ങളിലേക്ക് ആളുകൾ പോകും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ഇതിനകത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു കേട്ടില്ലേ, രാഹുൽ ഗാന്ധിക്ക് ഗ്രൗണ്ടിലെ മനുഷ്യരുടെ സെൻസ് അദ്ദേഹത്തിന് അറിയാം എന്നതിൻ്റെ പ്രതിഫലനമായിട്ടാണ് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ആ കാര്യത്തെ കാണേണ്ടത്. ഞാൻ പറഞ്ഞത് സമ്പന്നമായ വീട്ടിൽ ജനിച്ചത് കൊണ്ട് മാത്രം പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും മനസ്സ് മനസ്സിലാക്കാൻ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാവുകയും അത്ര തന്നെ സമ്പന്നമായ സ്ഥലത്ത് ജനിച്ച ശശി തരൂരിനത് മനസ്സിലാകാതിരിക്കുകയും ചെയ്തത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഞാൻ പക്ഷേ MP ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ഇത്
എന്തിന് LDF UDF പദയാത്ര നടത്തി ഇന്നും നടത്തി എന്ന ചോദ്യത്തോട് വിയോജിക്കുന്നില്ല. ഞാൻ വിയോജിക്കുകയാണ്. അതായത് പണിമുടക്ക് സമരമാണിത്. അതൊരു രാഷ്ട്രീയ പ്രോസസ്സാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവും UDFൻ്റെ നേതാക്കളാകെ തന്നെയും ഒരു പരിപാടി നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതൊരു പണി അല്ല മുടക്കാൻ. അതൊരു രാഷ്ട്രീയ പ്രോസസ്സാണ്. രാഷ്ട്രീയ പ്രോസസ്സിന് എന്ത് മുടക്കാണ്? അതുകൊണ്ട് VD സതീശൻ നിശ്ചയമായിട്ടും ഈ സമരം, ഈ അദ്ദേഹത്തിൻ്റെ യാത്ര തുടരുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ യാത്ര പോലും ഈ പരിപാടികൾക്ക് കൂടെ വേണ്ടിയിട്ടാണ്. പക്ഷേ അദ്ദേഹം ഈ പറയേണ്ടിയിരുന്നില്ല. കാരണം ഇതെന്തോ ഇവിടെ മാത്രമാണ് പണിമുടക്കാവുന്നത് എന്ന മട്ടിൽ അദ്ദേഹം സംസാരിക്കേണ്ടിരുന്നത്. അതൊരല്പം ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തിൽ ഒരല്പം ഗരിമ കുറക്കും. പക്ഷേ എന്നാലും ഞാൻ അക്കാര്യത്തിൽ MP ഗോവിന്ദൻ മാഷോട് അതിശക്തമായിട്ട് വിയോജിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രോസസ്സ് നേരത്തെ പ്രഖ്യാപിച്ചത് പദയാത്രയൊക്കെ നടത്താം. പുതുയുഗ യാത്ര തുടരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അതൊരു പണിയല്ല ചെയ്യുന്നത്. പണിമുടക്ക് എന്ന് വെച്ചാൽ പണിമുടക്കി സമരം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ VD സതീശൻ അക്കാര്യം പറയുക കൂടി ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ആ രാഷ്ട്രീയ പ്രോസസ്സ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടേനെ. അദ്ദേഹം പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ ഗംഭീരമായേനെ. കേരളം വ്യത്യസ്തമായ ഒരിടമായി മാറിയത് എങ്ങനെയാണ്? കേരളത്തെക്കുറിച്ച് എല്ലാവർക്കും ഈ ഒരു അഭിപ്രായം. ഇപ്പോൾ ഇവിടെ സമരം കൂടുതലാണ് എന്ന് VD സതീശൻ പറഞ്ഞെങ്കിലും കേരളം ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കേരളം ഒരു ദിവസം ചുമ്മാ അങ്ങ് സംഭവിച്ചതല്ല. കേരളം വ്യത്യസ്തമാകുന്നത് കേരളം ഇങ്ങനെയുള്ള സമരങ്ങളിലൂടെ തന്നെയാണ് വ്യത്യസ്തമായത്. കേരളത്തിന് അധികമായി അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ശേഷി ഉള്ള ഒരു ജനതയായി എങ്ങനെയാണ് മാറിയത്? അത് സമരം ചെയ്തുണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ ചുമ്മാ ആരെങ്കിലും വെള്ളിത്താലത്തിൽ വെച്ച് കൈനീട്ടി തന്നതല്ല. ഇവിടെ സമരം ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച വേതനം ലഭിക്കുന്ന സംസ്ഥാനമായി, തൊഴിലാളിക്ക് വേതനം ലഭിക്കുന്ന സംസ്ഥാനമായി ഇപ്പോഴും നിലനിൽക്കുന്നത്, ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇങ്ങനെ സമരം ചെയ്തിട്ടൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ മൊത്തം നശിച്ചു പോയോ? അതൊരു പരിഹാസ്യമായ വാദമാണ്. ആ വാദം ഇപ്പോൾ ശശി തരൂർ പുസ്തകം എഴുതുന്നയാളാണ്, വായിക്കുന്നത് മാത്രമല്ലല്ലോ. അപ്പോൾ പുസ്തകം വായിക്കുന്നയാൾ ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാവുന്നയാളുമാണ്. ഇന്ന് ഈ പറഞ്ഞ അഭിപ്രായമല്ല ശശി തരൂരിന് കേരളത്തെക്കുറിച്ച് സത്യത്തിലുള്ളത്. അത് പറഞ്ഞതിന് കോൺഗ്രസിനുള്ളിൽ തന്നെ അലമ്പുണ്ടായിട്ടുണ്ട്. ശശി തരൂർ കേരളം കൊള്ളാം, നന്നായി, ഇവിടെ വ്യവസായങ്ങളൊക്കെ തരക്കേടില്ലാതെ വരുന്നു എന്ന അഭിപ്രായം പറഞ്ഞതിന് കോൺഗ്രസിനുള്ളിൽ തന്നെ തർക്കമുണ്ടായ ആളാണ്. പിന്നെ ഇന്നിപ്പോൾ പുതിയ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമൊക്കെ ആയിട്ടൊന്ന് അടുത്ത് പോകുന്ന സാഹചര്യം നല്ലതാണ്. അതിനിങ്ങനെ ഒരു അഭിപ്രായം സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടെ നിൽക്കാവുന്നതെല്ലാം കരുതിയോ എന്നാണ് എൻ്റെ സംശയം. അതിനകത്ത് രണ്ട് കണ്ടം. അതായത് ഹർഷൻ പറഞ്ഞ ആദ്യ ഭാഗം ശരിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ വ്യവസായ രീതിയെ പറ്റിയിട്ട് നേരത്തെ പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ സമരങ്ങളോട് അദ്ദേഹത്തോടെ എല്ലാ കാലത്തും അതാണ് അത് തീർച്ചയായും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ വളർച്ചയോടൊക്കെ അദ്ദേഹത്തിന് ഇപ്പം നല്ല ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആ സമയത്ത് അത് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ നിലപാട് അദ്ദേഹത്തിൻ്റെ ഇത് തന്നെയാണ്. അത് തന്നെയാണ് സനീഷ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കാലങ്ങളായുള്ള നിലപാട് ഇക്കാര്യങ്ങളിലെല്ലാം അതാണ്. അദ്ദേഹം ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. സ്വാഭാവികമായിട്ടും അതൊക്കെ തന്നെയാണ്. മുതലാളിത്തത്തിൻ്റെ വക്താവാണ്. അതുകൊണ്ട് ഒക്കെ തന്നെ ആ നിലയ്ക്ക് തന്നെ അദ്ദേഹത്തിന് ആ കാര്യങ്ങളെ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നോക്കിക്കാണുന്ന മറ്റു പ്രദേശങ്ങളെല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സ്കാൻഡിനേവിയൻ കൺട്രീസിനോടാണ് നമ്മളുടെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ ഈ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ കാര്യത്തിലുമൊക്കെ താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തേതിനൊപ്പിച്ച് ഏതാണ്ട് ആയുർദൈർഘ്യം നമുക്കുണ്ട്. ഇത് വസ്തുതയാണ്. അമേരിക്കക്കാരനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നത് ആരാ? മലയാളിയാണ്, കേരളീയനാണ്. ഇത് സത്യമാണ്. അതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതല്ല, ശിശുമരണ നിരക്കിൽ അമേരിക്കക്കാരനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയുള്ള സംസ്ഥാനം കേരളമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലോ ചുമ്മാ ഇങ്ങനെ പറയും. ഇതൊരു സത്യമാണല്ലോ. ഡേറ്റ വെച്ചിട്ടാണല്ലോ നമ്മളതിനെ കണക്കാക്കേണ്ടത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കേരളം പരുവപ്പെടുന്നത്, ഇങ്ങനെ മാറുന്നത്, എല്ലാവർക്കും ഇത് പ്രാപ്യമാവുന്ന തരത്തിലേക്ക് വളരുന്നത്? അതെല്ലാം സമരമൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. അവിടെ ഇതൊക്കെ ചുമ്മാ കിട്ടിയതാണ്. ഒരു ദിവസം രാവിലെ ഈ പറയുന്ന യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ എല്ലാം ഇപ്പോഴത്തെ മട്ടിൽ എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ മികച്ച ശമ്പളവും ജീവിത സാഹചര്യവും ഒക്കെ അങ്ങ് ചുമ്മാ വന്നു ചേർന്നോ തൊഴിലാളിക്ക്? അവരവിടെ സമരം ചെയ്തിട്ടാണ്. ചിക്കാഗോ തെരുവീഥികളിൽ രക്തം ചിന്തിയ വയലാറിൽ എന്ന് പറഞ്ഞ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പാട്ട് പാടുന്നത് എന്തുകൊണ്ടാണ്? ചിക്കാഗോയിലും തൊഴിലാളി സമരം ചെയ്തിട്ടുണ്ട്. ആ തൊഴിലാളി സമരങ്ങൾക്ക് ശേഷമാണ് അവിടെ കാര്യങ്ങളിൽ മാറ്റം വന്നത്. ഫ്രാൻസിൽ ഇപ്പോഴും സമരം നടക്കുകയാണ്. ഫ്രാൻസിൽ എപ്പോൾ തുടങ്ങിയ സമരമാണത്? ഫ്രാൻസിലെ സമരങ്ങളുടെ ചരിത്രം ഇങ്ങനെ തുടർച്ചയായി നമുക്ക് മനസ്സിലാക്കാനുണ്ട്, വായിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഇതാണ് ലോകം. ഈ സ്റ്റുഡിയോകൾക്ക് കീഴിലൂടെ കാശിന്റെ പുഴയൊഴുകുന്ന ഹോളിവുഡിൽ സമരം നടന്നു. അപ്പൊ ഇത് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തല്ലിപ്പൊളിക്കുന്ന പരിപാടി എന്നുള്ള ഒരു കാര്യമുണ്ട്. തല്ലിപ്പൊളിക്കുന്ന, അതിക്രമം കാണിക്കുന്ന, ആ നിലയ്ക്ക് മനുഷ്യൻ്റെ ജീവിതത്തെ ദുരിതത്തിലേക്ക് തള്ളിയിടുന്ന തരത്തിലൊരു സമരം വന്നാൽ
അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് ഒരു സംശയമില്ല. അത് നമ്മുടെ പണിയാണ്, നമ്മൾ ആ പണി ചെയ്യണം. അത്തരത്തിൽ ഈ സമരക്കാർ ഈ ആളുകളെ ദുരിതത്തിലാക്കിയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. അതിനു പകരം വളരെ മുതിർന്ന മാധ്യമപ്രവർത്തകർ രാവിലെ മൈക്കും എടുത്തിട്ട് ഈ സമരം പൊളിക്കാൻ എന്തുണ്ട് മാർഗം എന്ന് മട്ടിൽ അന്വേഷിച്ചിറങ്ങുന്നതും പരിഹാസ്യമാണ്. ചില കാര്യങ്ങൾ ഞാൻ പറയാം സനീഷേ. ഇന്നിപ്പോൾ നടന്ന സമരമുണ്ടല്ലോ, ഈ സമരവുമായി ബന്ധപ്പെടുത്തി അതിനെ എങ്ങനെയാണ് മാധ്യമപ്രവർത്തകൻ കാണുന്നത് എന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് ആകെപ്പാടെ വന്ന വഴിയെക്കുറിച്ച് നല്ല ഓർമ്മയുള്ള ആളാണ് IM വിജയൻ എന്ന് സനീഷ് നേരത്തെ പറഞ്ഞല്ലോ. ആ ഓർമ്മയില്ലാത്ത ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ പലരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് ഈ നമ്മൾ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ടിൻ്റെ ഒരു ചരിത്രം നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 1947 ശേഷം ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപരിതാപകരമായിരുന്നു. തൊഴിലാളിയായിട്ട് അംഗീകരിക്കുന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ആ മട്ടിൽ അത് ഒരു വർക്ക്മാൻ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റാത്തതിന് സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിയേറ്റീവ് ജോബ് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആ മട്ടിൽ കണക്കാക്കാൻ പറ്റുന്നില്ല. എന്നാലും നിസ്സാര ശമ്പളം, ഒടുക്കത്തെ പണി, അമിത ജോലി, അതുമാത്രമല്ല ഒട്ടും തൊഴിൽ സുരക്ഷയില്ലാത്ത അവസ്ഥ, എപ്പോൾ വേണേലും പറഞ്ഞുവിടാം പിരിച്ചുവിടാം എന്നുള്ള അവസ്ഥ, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അതിനെതിരെ ആ കാലത്തുള്ള മാധ്യമപ്രവർത്തകർ ശബ്ദിച്ചു തുടങ്ങുന്നതും ചെറിയ ചെറിയ സമരങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതും. അതിൻ്റെ തുടർച്ചയായിട്ട് 1952 ആദ്യത്തെ പ്രസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആദ്യത്തെ പ്രസ് കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ മാധ്യമങ്ങൾ, നമ്മൾ പലപ്പോഴും ഈ മാധ്യമ സെമിനാറുകളിലൊക്കെ ആളുകളെല്ലാവരും പ്രസംഗിക്കും, നമ്മളും പലപ്പോഴും പറയുന്ന ഒരു കാര്യം ഈ ഇപ്പോഴത്തെ കോർപ്പറേറ്റ് വൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പ്രയോജനപ്പെടുത്തുക. പക്ഷേ സത്യത്തിൽ എന്താ, ഈ ആ കാലത്ത് മാധ്യമപ്രവർത്തകർ കഷ്ടപ്പെട്ട് ശമ്പളമില്ലാതെ പട്ടിണി കിടന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന കാലത്ത് അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ 52 പ്രസ് കമ്മീഷൻ. അങ്ങനെ ആ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് എന്താണ് വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് വരുന്നത് 1955 ജനുവരി മാർച്ച് സമയത്ത്. അപ്പോൾ അത് എന്താണ് ആ വർക്ക്മാനായിട്ട് ജേർണലിസ്റ്റുകളെ പരിഗണിച്ചു. അതാണ് ഇത്. അപ്പോഴാണ് ഒരു തൊഴിലാളിയായി എങ്കിലും പരിഗണിക്കപ്പെടുന്ന തരത്തിലേക്ക് വന്നത്. ആ തൊഴിലാളിയാണ് ആ തൊഴിലാളിയാണ് മാധ്യമപ്രവർത്തകൻ. ആ തൊഴിലാളി അത് 70 വർഷം നീണ്ടുന്നു. അതായത് മനോരമയുടെ ചരിത്രം ഒക്കെ നമ്മൾ പറയാറില്ലേ, ഇത്രയോ വർഷം 100 ചില്ലുവാൻ വർഷം എന്ന് പറയുന്ന പോലെ ഈ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് 70 വർഷം നീണ്ടുനിന്ന 70 വർഷം നിലനിന്നത് അവസാനിച്ചത് എപ്പോഴാണ്? ഈ ലേബർ കോഡ് വരുമ്പോഴാണ്. ഈ ലേബർ കോഡ് വരുമ്പോൾ അത് അവസാനിക്കുകയാണ്. പ്രിൻ്റ് മീഡിയയിലെ ജേർണലിസ്റ്റുകൾക്ക് വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ ആക്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് എല്ലാ മാധ്യമപ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമ തൊഴിലാളികളുടെ സംഘടനകളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്ന് ഏതൊരു മാധ്യമവും പക്ഷേ വാർത്ത കൊടുത്തിട്ടില്ല. അതായത് ഈ സമരത്തിന് ഇങ്ങനെ പിന്തുണയുണ്ട്, മാധ്യമങ്ങളിലെ തൊഴിലാളികളുടെ പിന്തുണയുണ്ട് എന്നുള്ളതൊന്നും ഒരിടത്തും വാർത്ത വന്നിട്ടില്ല. അതായത് അങ്ങനെയുള്ള ഒരു സമരം, അതായത് ഈ മാധ്യമ പ്രവർത്തകർ കൂടി ഉൾപ്പെടുന്ന ഒരു സമരമാണ് ഈ നടന്നിട്ടുള്ളത് എന്നുള്ള ബോധ്യം എത്ര മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ സമരത്തിൽ അതായത് എന്താണ് ഇതുകൊണ്ടുണ്ടായ അന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതായത് ആഴ്ചയിൽ 144 മണിക്കൂർ പരമാവധി ജോലി, പിന്നെ ലീവ്, ഗ്രാറ്റുവിറ്റി, മറ്റ് കോമ്പൻസേഷനുകൾ, വേജ് ഫിക്സേഷൻ, ഇതൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായത്. ഈ മാധ്യമപ്രവർത്തകർക്ക് അനുകൂലമായി ഈ നിയമം പാസ്സാക്കുന്നതിന് അതാണ്. ഇതെല്ലാം ഈ ലേബർ കോഡ് വന്നതോടെ ഇല്ലാതാകുകയാണ് പ്രിന്റ് ജേർണലിസ്റ്റുകൾക്ക്. ഒരു നിയമം വരുമ്പോൾ, ഒരു ലേബർ കോഡൊക്കെ വരുമ്പോൾ എല്ലാം നശിക്കാനുള്ളതാണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതില്ല. അതിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ടാവും. ഇപ്പം ടെലിവിഷനിലെ ജേർണലിസ്റ്റുകൾക്ക്, ഡിജിറ്റൽ ജേർണലിസ്റ്റുകൾക്കൊക്കെ അനുകൂലമായ ചില വശങ്ങളുണ്ട്. പക്ഷേ അത് വളരെ ഫ്ലൂയിഡിക്കാണ്. അത് ഇപ്പം എങ്ങനെ വേണമെങ്കിലും അത് ഒഴുകിപ്പോകാവുന്ന തരത്തിലാണ് അതിനെ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ ഈ സ്ഥാപനങ്ങളുടെ രീതി എന്താണ്, അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക, ഇതെല്ലാം പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. ആ മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പറയുന്ന യൂണിയനുകൾ തന്നെയാണ് ഈ നിൽക്കുന്ന യൂണിയനുകളല്ല, ആ യൂണിയനുകൾ കൂടി ഉൾപ്പെടുന്ന സമരം ആണ് ഈ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കുഴിത്തുരുമ്പ് പണിയുമായിട്ട് മാധ്യമപ്രവർത്തകർ ഇറങ്ങിയില്ല. ഇത്തവണ വളരെ കുറവായിരുന്നു. പിന്നെ സംഭവിച്ചതൊക്കെ നല്ലതിനാണ് എന്ന് പറയുന്നത് പോലെ. ഒരൊറ്റ കാര്യം കൂടെ പറയാം. അതായത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും ഈ പറയുന്ന മാധ്യമങ്ങൾ, സാധാരണഗതിയിൽ മാധ്യമങ്ങൾ മറ്റുള്ളവരൊക്കെ കുറ്റം പറയാനുള്ള ചെയ്യുക, കുറ്റം പറയുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇതൊരു ജീവൽ മരണ പ്രശ്നമാണ് എന്ന് കണ്ടിട്ട് ഇവരിൽ പലരും സമരം നടപ്പാക്കുന്ന തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കൾ പലരും പോയി മത്സരത്തിന് വോട്ട് ചോദിക്കേണ്ടതാണ് വരാതിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ. എന്നിട്ട് പോലും ഈ സമരം നടത്തി. ഞാനതാ പറഞ്ഞത്,
നമ്മുടെ രാജ്യത്തെ ഈ തൊഴിലാളി വർഗ സംഘടനകളുണ്ടല്ലോ, അതിപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടന ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്തുള്ള CPM-ൻ്റെ ആയിക്കോട്ടെ, CPI-യുടെ ആയിക്കോട്ടെ, ഈ തൊഴിലാളി സംഘടനകൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആളുകളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ദിവസങ്ങൾ മാത്രമേ അല്ലെങ്കിൽ മാസങ്ങൾ പോലുമില്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. ആളുകൾ കുറ്റം പറയുമെന്ന് അറിഞ്ഞിട്ട് പോലും തങ്ങളുടെ ഉത്തരവാദിത്തമാണിത് എന്ന് കണ്ടിട്ട് പണിമുടക്ക് നടപ്പാക്കിയവർ, അതുകൊണ്ട് അവരെ അഭിനന്ദിക്കാറുള്ള കാര്യമില്ല. ഇപ്പം ഇന്നിപ്പം ഞാൻ പത്രം എടുത്തു മനോരമയിൽ അല്ല കണ്ടത്, വേറെ ഏതോ അതായത് അമേരിക്കയിൽ അധ്യാപകരുടെ പണിമുടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പണിമുടക്കുകളും സമരങ്ങളും എല്ലാം മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യനാണല്ലോ ജീവിച്ചിരിക്കുന്നത്, ആ മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് മെച്ചപ്പെട്ടിട്ടുള്ളത്. തൊഴിൽ ചെയ്യാനുള്ള അവകാശം പോലെ തന്നെ പ്രധാനമാണ് പണിമുടക്കാനുള്ള അവകാശവും. എത്രയോ അവകാശ സമരങ്ങളിലൂടെയാണ് തൊഴിലാളിക്കും മനുഷ്യരായി ജീവിക്കാനാകും വിധം ഒരു പരിസരം ഈ ലോകത്തൊരുങ്ങിയത്. ആധുനിക ലോകത്തിൻ്റെ ചരിത്രം തൊഴിലാളി മുന്നേറ്റങ്ങളുടെ ചരിത്രം കൂടിയാണ്. പണിമുടക്ക് ഒരു തൊഴിലാളി സമരമുറ മാത്രമല്ല, തൊഴിലാളികൾ യന്ത്രങ്ങളല്ല, അന്തസ്സുള്ള പരിഗണനയും പ്രതിഫലവും വിശ്രമവും വേണ്ട മനുഷ്യരാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതൊരു അവകാശ പ്രഖ്യാപനമാണ് എന്നതുകൂടി പറയട്ടെ.